വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാരും ലോക്കൽ എംപിയും ലോക്കൽ MLAയും ലേബർ ഡിപ്പാർട്ട്മെന്റും വളരെ കാര്യക്ഷമമായി ഇതിൽ ഇടപെടുകയും US ബേസ്ഡ് ജില്ലാ ഭരണകൂടവും ട്രേഡ് യൂണിയൻസും എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി എല്ലാവരുമായും അവർ കമ്പനി പ്രതിനിധികളുമായി നിരന്തരമായി സംസാരിക്കുകയും ആദ്യത്തെ ദിവസം നമുക്കറിയാം 3-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ അവിടെ എല്ലാവരും എത്തി, MLAയും MPയും മറ്റെല്ലാവരും അതുപോലെ ലേബർ ഓഫീസർ, റീജിയണൽ ലേബർ ഓഫീസർ എല്ലാവരും എത്തുകയും ഞാനും കമ്മീഷണറും സെക്രട്ടറിയും അടക്കമുള്ളവർ CMO അടക്കമുള്ളവർ നിരന്തരമായി മോണിറ്റർ ചെയ്യുകയും ചെയ്ത് കമ്പനിയുടെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് തിങ്കളാഴ്ച സെക്രട്ടറി ലെവൽ ചർച്ച നടത്താം, അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് മാത്രമല്ല അവരുടെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എടുത്ത് ക്ലോഷർ എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള സമീപനമുണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാവരും ഒരേ രൂപത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ വിഷയത്തിൽ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി ഇറങ്ങി. പക്ഷേ എന്നിട്ട് തിങ്കളാഴ്ച കമ്മീഷണർ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് മാത്രമാണ് വന്നത്. വീണ്ടും ആവർത്തിച്ച് അവരുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. അവർ 10-ാം തീയതിയോ അതിനുശേഷമോ വരാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് 10-ാം തീയതി ഏറ്റവും പെട്ടെന്നാകട്ടെ എന്ന് കരുതി 10-ാം തീയതി ഞങ്ങൾ എല്ലാവരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ ചർച്ചയ്ക്ക് വരികയും ചെയ്തു. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസത്തെ പോലെ ലീഗൽ പ്രതിനിധി വന്നു. പക്ഷേ അവരുടെ ബന്ധപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് എല്ലാം തന്നെ ഓൺലൈനിൽ വന്നു. ഇത്രയും നേരം ഞങ്ങൾ അവരുമായി ചർച്ച നടത്തുകയായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം കേരള സർക്കാർ ഈ സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാൻ, എന്ത് ഭൗതിക സാഹചര്യം ഒരുക്കുവാനും തയ്യാറാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കമ്പനി നേരിട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ജീവനക്കാരെ അവർ തന്നെ അവരുടെ കമ്പനിയുടെ വിവിധ രേഖകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ജീവനക്കാരെ, കേരളത്തിലെ ജീവനക്കാരെ വളരെ നല്ല രീതിയിൽ ആ കമ്പനി ഒഫീഷ്യൽസ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും നല്ലതാണെന്ന് അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. 100 പേരുമായി ഇവിടെ തുടങ്ങിയ ഒരു കമ്പനി 500 പേരിൽ കൂടുതൽ കൊച്ചിയിൽ ജീവനക്കാരുമാവുകയും അതിനുശേഷം അതിന്റെ ഒരു ബ്രാഞ്ച് ഒരു സെന്റർ കോഴിക്കോട് തുടങ്ങിയും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയായി ഇതുവരെ ഉണ്ടായിരുന്നു. ഈ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ കമ്പനി പൂട്ടുന്നത് വരെ അത് ഏറ്റവും നന്നായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. കമ്പനിയുടെ മറ്റ് രേഖകൾ പരിശോധിച്ചപ്പോൾ കമ്പനി ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനിയും കൂടിയാണ്. എന്നിട്ടും ഇത് ക്ലോസ് ചെയ്തതിനെ കുറിച്ച് റിട്രഞ്ച്മെന്റ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചെങ്കിൽ റിട്രഞ്ച്മെന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ 2 സെന്ററിലെ മുഴുവൻ ജീവനക്കാരെയും പുറത്താക്കിയാണ്. അതൊരു ക്ലോഷർ തന്നെയാണ്. ആ ക്ലോഷർ ആണെങ്കിൽ IR കോഡ് അനുസരിച്ചാണെങ്കിൽ പോലും ഗവൺമെന്റിന് നോട്ടീസ് തരേണ്ടതാണ്. അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ഞങ്ങൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, അവർക്ക് വർക്കില്ല, അതുകൊണ്ട് സെന്റർ അടച്ചുപൂട്ടുക അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ ചർച്ചയിൽ എല്ലാവരും, ഞങ്ങൾ ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും ലേബർ ഡിപ്പാർട്ട്മെന്റ് ഓഫീഷ്യൽസും ജില്ലാ കളക്ടർ അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും ഉന്നയിച്ച ചോദ്യം അതാണ്. നിങ്ങൾക്ക് കമ്പനിയിൽ വർക്കില്ല എങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇരുന്നു കൊണ്ടായാലും നോയിഡയിൽ ഇരുന്നു കൊണ്ടായാലും ഹൈദരാബാദിൽ ഇരുന്നു കൊണ്ടായാലും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടായാലും ചെയ്യാവുന്ന വർക്കാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് അടച്ചുപൂട്ടേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് വളരെ കൃത്യമായി ഓരോ പോയിന്റ്സും ഞങ്ങൾ ഓരോരുത്തരും മാറി ചോദിച്ചപ്പോഴും അവർക്ക് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ, ഹംബ്ലി പറയുകയാണെന്നൊക്കെ പറയുന്നു. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഇത് വേറൊരു നിവൃത്തിയില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ലേബർ ഫോഴ്സിനെ, ഞങ്ങളുടെ ഡിഗ്നിറ്റിയെ, കേരളത്തിന്റെ ലേബർ ഡിഗ്നിറ്റിയെ അപമാനിക്കുന്ന തരത്തിൽ കമ്പനി പെരുമാറുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അവര് എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ കമ്പനിക്ക്, ഇതിന്റെ കമ്പനി CEO 2026 ഏറ്റവും മികച്ച CEO ആയി ഇവരെ വന്നത് ഈ നമ്മുടെ കുട്ടികൾ അടക്കമുള്ളവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടുകൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്. അവസാനം ഞങ്ങളുടെ പ്രപ്പോസൽസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികൾ എടുക്കാൻ ഫോഴ്സ്ഫുൾ ആയി തീരും, ഞങ്ങൾ നിർബന്ധിതരാകും എന്നുവരെ പറഞ്ഞു. അവസാനം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി കമ്പനി ഒഫീഷ്യൽസ് നേരിട്ട് കേരളത്തിലെത്താം. ഇനിയിപ്പോൾ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വേറെ വെർട്ടിക്കിൾസിനെ കൊണ്ടുവരാൻ അതിനുള്ള കാര്യങ്ങൾ കൂടി, അതായത് ഇതിന്റെ വർക്ക് കിട്ടേണ്ടത് മറ്റു വെർട്ടിക്കിളാണല്ലോ, അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 20-ാം തീയതി ചർച്ച വരെ കുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശമായി പറഞ്ഞത്. അപ്പോൾ അതിന് അവര് വീട്ടിലിരിക്കട്ടെ എന്ന മറുപടിയാണ് പറഞ്ഞത്. അതിശക്തമായി ഞങ്ങൾ എല്ലാവരും അതിൽ പ്രതിഷേധിച്ച് പറയുകയുണ്ടായി. ആ ഒരു പോയിന്റിൽ മാത്രമാണ്
നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത്. എന്തായാലും ചർച്ചയ്ക്കായി കമ്പനി 20-ാം തീയതി തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ബദൽ നിർദ്ദേശമാണ് നമ്മുടെ ഒരു കോമ്പൻസേഷൻ എന്താണ്? അല്ല, കോമ്പൻസേഷനെ കുറിച്ച് ഈ പോയിന്റിൽ നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം നമുക്ക് ഈ കമ്പനിയുടെ നിർത്തി നമ്മുടെ കുട്ടികളെ ജോലിക്ക് എടുപ്പിക്കണം. അവർക്ക് വേർട്ടിക്കൽസ് ഇല്ല എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽസ് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കമ്പനി ഒരു സമയത്ത് ഒരു ജോലി കിട്ടിയില്ല, ഒരു അസൈൻമെന്റ് കിട്ടിയില്ല എങ്കിൽ അവർക്ക് പിന്നെ അസൈൻമെന്റ് കിട്ടുമല്ലോ. ആ അസൈൻമെന്റിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. അവരുടെ വെബ്സൈറ്റ് പരിശോധിച്ചതിൽ അവരുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ പരിശോധിച്ചെന്ന് മനസ്സിലായതാണ്. ഇതിൽ ഇവരുടെ ഈ കോറോ ഹെൽത്ത് മാനേജ്മെന്റിന്റെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർ കേരളത്തിലെ ലേബർ ഫോഴ്സിനെ, ഹ്യൂമൻ റിസോഴ്സസിനെ നിരന്തരമായി അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അവർക്ക് അവരുടെ ജോലിയെക്കുറിച്ച് ഒരു തകരാറും പറയാനില്ല. നമ്മുടെ കുട്ടികളാണ് നോയിഡയിലും ഹൈദരാബാദിലും പോയി മറ്റു ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഫാക്കൽറ്റി ആയിട്ട് പോകുന്നത്, ട്രെയിനേഴ്സ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പരാതികളൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റിൽ 1000 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയതിനെ കുറിച്ചും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർ പറയുന്നത് US നിലവിലെ പോളിസി, പുതിയ ഗവൺമെന്റിന്റെ പോളിസി, അത് പുതിയ വർക്ക് ഫോഴ്സിനെ ഇവിടെ അനുവദിക്കാൻ പുതിയ വർക്കുകൾ, കോൺട്രാക്റ്റുകൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിൽ അവർ പുതിയ എംപ്ലോയീസിനെ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് മന്ത്രി നിർദ്ദേശിച്ചത് അവിടെ കൊടുത്തിരിക്കുന്ന അധികമായിട്ടുള്ള വേർട്ടിക്കൽ, അതായത് കേരളം ഒരു വേർട്ടിക്കലിലാണ് ജോലി ചെയ്യുന്നത്, ഹൈദരാബാദ് മറ്റൊരു വേർട്ടിക്കലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ആ ഹൈദരാബാദിൽ കൊടുത്തിരിക്കുന്ന വേർട്ടിക്കലിന്റെ പുതിയ ഭാഗം എന്തുകൊണ്ട് കേരളത്തിലേക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റില്ല? ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷണർ പറഞ്ഞത്, ഇനി നമ്മൾക്ക് വേറെ ഏതെങ്കിലും ബ്രാഞ്ചസിലേക്ക് ഇവരെ റീഡെസിഗ്നേറ്റ് ചെയ്യാൻ സാധിക്കുമോ, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏറ്റവും പുതുതായി എടുത്ത എംപ്ലോയീസിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ തുടരാൻ അനുവദിക്കാൻ പറ്റുമോ? എല്ലാ രീതിയിലും ഗവൺമെന്റ് ഓഫ് കേരള അവർക്ക് സഹായകരമായ നിലപാട്, ഒരു എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണ ജനിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പോലും തയ്യാറാണ്. ഏത് വിധേനയും ഈ കമ്പനി ഇവിടെ നിന്ന് വിട്ടുപോകരുത് എന്ന കേരള ഗവൺമെന്റിന്റെ നിലപാട് ആവർത്തിച്ചു മന്ത്രി രേഖപ്പെടുത്തിയിട്ടും അവരൊരു കാരണവശാലും ലാഭത്തെക്കുറിച്ചോ നമ്മുടെ വർക്ക് ഫോഴ്സിനെ കുറിച്ചോ ഒന്നും ഒരു പരാതി പറയുന്നില്ല. പക്ഷേ അവർക്ക് പുതിയ കോൺട്രാക്ട് കിട്ടാത്തത് കൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന, ഗവൺമെന്റ് ഓഫ് കേരള കൊടുത്തിരിക്കുന്ന, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പ്രപ്പോസൽ, ഈ പുതിയ വേർട്ടിക്കൽസ് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും? 10 ദിവസത്തിനകം ഒരു പ്രപ്പോസലുമായി ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയല്ല, നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അവരെ മറ്റ് ആവശ്യങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ ചർച്ചകളിലേക്ക് പോയിട്ടുണ്ട്. ജീവനക്കാരെ വീട്ടിലിരിക്കട്ടെ, അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് സാലറി കിട്ടുമോ, എന്തൊക്കെയാണ് കോമ്പൻസേഷൻ പാക്കേജ്? ഞാൻ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ പാക്കേജിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല. കാരണം അത് ഫുൾ ക്ലോഷറായി അതിനുള്ള റീഓപ്പൺ ചെയ്യാനോ ഇവിടെ റീറ്റെയിൻ ചെയ്യാനോ സാഹചര്യം ഇല്ലാതെ വന്നാൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കൂ. ഇതിന്റെ ഒരു കാര്യം, കഴിഞ്ഞ ജനുവരിയിലും ഈ കമ്പനിയിൽ നിന്ന് 144 വരെ ഇവിടെ പിരിച്ചുവിട്ടിരുന്നു. 58 പേരെ നമ്മുടെ കൊച്ചി സെന്ററിൽ നിന്നും, അതുപോലെ 86 പേരെ കോഴിക്കോട് സെന്ററിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു 830 വരെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരമാവധി ഈ കമ്പനി നിലനിർത്തി നമ്മുടെ ജീവനക്കാർക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ താല്പര്യം. ട്രേഡ് യൂണിയൻസ് അടക്കം എല്ലാ ട്രേഡ് യൂണിയൻസും രാഷ്ട്രീയം മറന്ന ഇക്കാര്യത്തിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് നാടിന്റെ ഒരു ആവശ്യമെന്ന നിലയിൽ നിലനിൽക്കുന്നു എന്ന് യോഗത്തിൽ പറയുകയുണ്ടായി. തീർച്ചയായും ഈ ചർച്ചയ്ക്കൊടുവിൽ അവർ ഈ ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ വന്നപ്പോൾ ഗവൺമെന്റ് നിയമ നടപടിക്ക്, എന്തായാലും നമ്മുടെ രാജ്യത്തെ ലേബർ ലോ വയലേറ്റ് ചെയ്തിരിക്കുകയാണ്, ലേബർ ലോ ഓഫ് ദ ലാൻഡ് വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് ഞങ്ങൾ നിർബന്ധിതരാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവർ അത് വേണ്ട, അവർ ഇതൊന്ന് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ ഓഫീസേഴ്സുമായിട്ട് കൂടി മാനേജ്മെന്റുമായിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് പ്രപ്പോസൽസുമായി 20-ാം തീയതി വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 20-ാം തീയതി വരെയുള്ള സമയപരിധിക്കകത്ത് ഈ പിരിച്ചുവിടപ്പെട്ടവർക്ക് തിരിച്ചു കയറാനുള്ള സാഹചര്യം അങ്ങനെ ഉറപ്പ് അവർ നൽകില്ല. ഞങ്ങളെല്ലാവരും ഈ പറയുന്ന ജനപ്രതിനിധികളും ഞാനും ട്രേഡ് യൂണിയൻ ലീഡേഴ്സും നമ്മുടെ ഹയർ ഒഫീഷ്യൽസും കളക്ടറും അടക്കമുള്ള ഓരോരുത്തരും അതിൽ ആവശ്യപ്പെട്ടത് ഈ ഇത്രയും ഫെർദർ കൺസിലിയേഷൻ നടക്കുന്ന സമയം വരെ ജീവനക്കാർക്ക് അവിടെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അവരുടെ കുറച്ച് ബിലോങ്ങിങ്സും അതിനകത്തായിട്ടുണ്ട്, അത് എടുക്കണമെന്ന് പറയുമ്പോൾ കൺസിലിയേഷൻ വരെ എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്.
വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കെതിരെ സർക്കാരിന് നിയമ നടപടി എത്രത്തോളം സാധ്യമാകും? തീർച്ചയായും അതൊരു പ്രധാന പ്രശ്നമായിട്ടുള്ളത് തന്നെ കേരള ഗവൺമെന്റ് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ജിയെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഞങ്ങൾ ഡൽഹിയിൽ പോയി കാണുകയാണ്. ഈ വിഷയം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുവാനായി അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ കമ്പനിയുടെ നിയമോപദേശമാണ് വന്നത്. ഈ തവണ ഒരു ഓൺലൈനിൽ വന്നത്. നേരിട്ട് വരാൻ ഇതുവരെ കമ്പനി നേരിട്ട് വരണമെന്ന് നിർബന്ധപൂർവ്വം ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അല്ല അവർ അങ്ങനെ നമുക്ക് അവഹേളനമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടോ മറ്റ് സ്വാഭാവികം കേരളത്തെ അതെ അറിയിച്ചു. നോട്ടീസ് ഉണ്ട്. 60 days നോട്ടീസ് IR കോഡ് പ്രകാരം പുതിയ ലേബർ കോഡ് പ്രകാരം കൂടി വേണ്ടുന്നതാണ്. നമ്മൾ അതിന്റെ സാധ്യതകൾ നോക്കും. ഈ പറഞ്ഞതുപോലെ കർശന നിയമ നടപടിയുമായിട്ട് മുന്നോട്ടും അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയെ തിങ്കളാഴ്ച തന്നെ അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു ഞാൻ പോയി കാണുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.